അലക്സ, ആ മുൻവാതിലൊന്ന് ലോക്ക് ചെയ്തേ. പിന്നെ സിരി, ആ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തേ. ഒരു കമാൻഡിൽ വീടിൻ്റെ മുക്കും മൂലയും വരെ കൺട്രോൾ ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റുന്നുണ്ടല്ലേ. എന്തിനു പറയുന്നു, സ്മാർട്ട് ക്യാമറകൾ, സ്മാർട്ട് ആക്സസറീസുകൾ, ഈ പറഞ്ഞ പോലെ വാക്വം ക്ലീനറുകൾ എല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആവുകയും ചെയ്തു. പക്ഷേ നിങ്ങൾ ഈ കമാൻഡ് കൊടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഈ ഡിവൈസുകൾ തന്നെ നിങ്ങളെ തിരിച്ചിരുന്ന് ഒബ്സർവ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മനഃപൂർവ്വം മറക്കുന്നതാണോ അതോ നിങ്ങൾ അറിയാത്തതോ? എങ്കിൽ അവ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില മറുവശങ്ങളും ഉണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പല സ്മാർട്ട് ഹോം ഉപകരണങ്ങളും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ തറ വൃത്തിയാക്കുന്ന റോബോട്ട് വാക്വങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ വരുന്ന പുതിയ റോബോ വാക്കുകളിൽ അഡ്വാൻസ്ഡ് ക്യാമറകളും ലിഡാർ സെൻസറുകളും ഉണ്ട്. വീട്ടിലെ തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് വഴി കണ്ടെത്താനാണ് ഈ ക്യാമറകൾ. പക്ഷേ ഇതോടൊപ്പം നമ്മുടെ ബെഡിൻ്റെ പൊസിഷൻ, വീട്ടിലെ ഫർണിച്ചർ ലേഔട്ട്, നമ്മുടെ ദിവസേനയുള്ള ശീലങ്ങൾ, ഇവയെല്ലാം ഈ റോബോട്ടിൻ്റെ കമ്പ്യൂട്ടർ ബ്രെയിൻ കൃത്യമായി മാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഈ മാപ്പും സ്ട്രക്ചറൽ ഡാറ്റയും ഭാവിയിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടും എന്നതിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല എന്നുള്ളത് മറക്കരുത്. ഇനി നമ്മുടെ സ്മാർട്ട് സ്പീക്കറുകളുടെയും വോയിസ് അസിസ്റ്റുകളുടെയും കാര്യമെടുക്കാം. നമ്മൾ അവ വിളിക്കുന്ന പേര് പറയുമ്പോൾ മാത്രമേ ഇവ ആക്റ്റീവ് ആകൂ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ നമ്മൾ എപ്പോഴാണ് ആ പേര് വിളിക്കുന്നത് എന്ന് കാത്ത് ഈ ഉപകരണങ്ങൾ 24 മണിക്കൂറും പശ്ചാത്തലത്തിലെ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ പറയുന്ന രഹസ്യങ്ങളും നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലെ സംഭാഷണങ്ങളും ഒരു ഡിജിറ്റൽ പ്രൊഫൈലായി മാറുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ടോണും ശബ്ദ വ്യതിയാനങ്ങളും അനലൈസ് ചെയ്ത് നമ്മുടെ മാനസികാവസ്ഥ വരെ തിരിച്ചറിയാൻ ഇന്ന് അൽഗോരിതങ്ങൾക്ക് കഴിയും. ഈ വിവരങ്ങൾ ടെക് ഭീമന്മാരുടെ സെർവറുകളിലേക്കും അവിടെ നിന്ന് പിന്നീട് നമ്മളെ ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങളായി നമ്മുടെ ഫോൺ സ്ക്രീനുകളിലേക്കും എത്തുന്നു. അപ്പോൾ സ്മാർട്ട് ഗാഡ്ജറ്റുകളും ഓട്ടോമേറ്റഡ് വീടും വേണ്ടെന്ന് വെക്കണമെന്നാണോ ഞാൻ പറയുന്നത്? ഒരിക്കലുമല്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയുള്ളവരായിരിക്കണം. ആദ്യം തന്നെ സ്മാർട്ട് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സ് മാറ്റുക. പ്രൈവസി സെറ്റിംഗ്സിൽ പോയി മൈക്രോഫോൺ പെർമിഷനുകൾ പരിമിതപ്പെടുത്തുക. സ്മാർട്ട് ക്യാമറകൾക്കും ട്യൂട്ടറുകൾക്കും സ്ട്രോങ് ആയ പാസ്വേഡുകൾ മാത്രം നൽകുക. ഡീഫോൾട്ട് പാസ്വേഡുകൾ മാറ്റാത്തതാണ് ഹാക്കിങ്ങിന് പ്രധാന കാരണം. ബെഡ്റൂം പോലുള്ള അതീവ സ്വകാര്യമായ ഇടങ്ങളിൽ ക്യാമറകളും എപ്പോഴും ഓണായിരിക്കുന്ന മൈക്രോഫോണുകളും പരമാവധി ഒഴിവാക്കുക. അതെ, സ്മാർട്ട് ടെക്നോളജി നമ്മളുടെ ജീവിതം എളുപ്പമാക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതം വളരെയധികം ഈസി ആകുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറുന്നതിൻ്റെ അർത്ഥം അവിടെ നമ്മുടെ പ്രൈവസിയും നമുക്ക് കീഴടക്കി കൊടുക്കേണ്ടതുണ്ടോ? അതായത് നമ്മുടെ ലൈഫ് ഈസി ആക്കുന്നതിന് പകരമായി നമ്മുടെ പ്രൈവസി അവിടെ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളും ഞാൻ ഈ പറഞ്ഞ സ്മാർട്ട് ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ അതിലെ പ്രൈവസി സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്നും താഴെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യൂ.